ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് ഡയാന രാജകുമാരിയുടെ പോർട്രേറ്റാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യമേ നമ്മൾ ഹെഡ് പോർഷൻ തൊട്ടേ ഔട്ട്ലൈൻ ഇട്ട് ആ ഒരു ഹെയർ പോർഷൻ ഔട്ട്ലൈൻ ഇടുന്നതാണ്. അതിനുശേഷം ആ ഒരു നെറ്റിത്തടത്തിൻ്റെ ഡിസ്റ്റൻസും അതുപോലെ തന്നെയാണ് ഐബ്രോസും, അത് കഴിഞ്ഞ് ആ കണ്ണുകളും അതേപോലെ തന്നെ ഔട്ട്ലൈൻ ഇട്ട് കഴിഞ്ഞ് ഞാൻ മൂക്കിൻ്റെയും അതേപോലെ തന്നെ ഡിസ്റ്റൻസ് ഇട്ട് ഇനി ആ ഒരു ചുണ്ടും മൂക്കും ചുണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കി അതും ഔട്ട്ലൈൻ ഇട്ട് കഴിഞ്ഞ് അതിൽ ഇതുപോലെ ആ ചുണ്ടിൽ എന്തെല്ലാം ഇത് ഷെയ്ഡോ അല്ലെങ്കിൽ ഔട്ട്ലൈൻസോ ഉണ്ടോ അതുപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞ് ഇതിപ്പം ഫുൾ ഫിഗർ ഫേസിൻ്റെ ഇത് കണ്ണ് മൂക്ക് ചുണ്ട് ഇത് ഇത്രയും കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ആ താടി ഭാഗം ഔട്ട്ലൈൻ ഇട്ട് കഴിഞ്ഞുള്ളൂ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അതിനുശേഷം നമ്മളിനി കളറിങ്ങിലോട്ടാണ്. ബോഡി കളർ ഇട്ട് അതിനൊരു ചെറിയ ഒരു റോസ് കളറിലെ ഷെയ്ഡും ഇട്ട്, വലുതായിട്ടുള്ള ഷെയ്ഡിങ് ഇല്ല ഇതിൽ. അതുപോലെ തന്നെ ഹെയറിലും ഗോൾഡൻ കളറിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒക്കർ കളറാണ് ആദ്യമേ യെല്ലോ ഇട്ട് കഴിഞ്ഞ് അതിനുശേഷം ഒക്കർ ഷെയ്ഡ് ഇട്ട് അതിനുശേഷം ബ്രൗൺ ഇട്ട് അതിനുശേഷം ബ്രൗൺ പ്ലസ് ബ്ലാക്ക് ആണ് ഇടുന്നത്. ആദ്യമേ നമ്മൾ ആ ഒരു ചെറിയ ഒരു യെല്ലോയും ഒക്കറും കൂടി മിക്സ് ചെയ്ത് ചെറിയൊരു കളർ വാഷ് ചെയ്താണ് എടുക്കുന്നത്. എന്നിട്ടാണ് ഇതിൻ്റെ ഈ ഒരു ഹെയറിൻ്റെ ഒരു ഗോൾഡൻ ടച്ചിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ ആ ഒരു പിങ്ക് കളറിട്ടാണ് ആ ഒരു ഫേസിന് ബോഡി കളർ പ്ലസ് പിങ്ക് കളറാണ്. ആ ഒരു കണ്ണിൻ്റെ ആ ഒരു കുഴിഞ്ഞ ഭാഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും കണ്ണ് ചെയ്താലും ആ ഒരു കുഴിഞ്ഞ ഭാഗത്തിന് കുറച്ച് ഡാർക്ക് കളറിട്ടാണ് ഷെയ്ഡ് ചെയ്യുന്നത്. ഡാർക്ക് ആ ഒരു കണ്ണിൻ്റെ ഷെയ്ഡിന് ഡാർക്ക് കളർ, ഇത് ഒരു ചെറിയൊരു ബ്ലൂയിഷ് കളറിൻ്റെയാണ് കണ്ണ്. അപ്പോൾ അതുപോലെ ചെയ്ത് ആ വൈറ്റ് ഡോട്ട്സും അതുപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞ് ഇനി ആ ഒരു ഹെയറിൻ്റെതും ഇതുപോലെ തന്നെ ബ്രൗൺ പ്ലസ് ആ ഒരു ഒക്കർ കളറിൻ്റെയാണ് ഷെയ്ഡ്. ആ ഒരു ഹെയറിനും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള കളറിങ് ഷെയ്ഡാണ് ചെയ്തിരിക്കുന്നത്. ഇനി ലാസ്റ്റ് ഷെയ്ഡിങ് ആയിരിക്കണം നമ്മളൊരു ബ്ലാക്ക് ഇട്ട് ചെയ്യുന്നത്. ഹെയറിനായാലും ഒരു ഫേസിനായാലും നമ്മൾ ലാസ്റ്റ് ഷെയ്ഡിങ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ചെറിയ ഒരു ബ്ലാക്ക് കളറും കൂടി ചെറുതായിട്ട് മാത്രം ഒരു ബ്ലാക്ക് കളറും കൂടി മിക്സ് ചെയ്ത് അതിന് കുറച്ചും കൂടി ആ ബ്ലാക്ക് ഇടുമ്പോഴത്തേക്ക് മാത്രമേ ആ ഒരു വൈറ്റിഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ലൈറ്റ് അടിക്കുന്ന ആ ഒരു ഭാഗം എടുത്തറിയത്തക്ക വിധത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ആ ഒരു ഹെയറിന് നല്ല രീതിയിൽ ഷെയ്ഡ് ചെയ്യാനുണ്ട്. ലൈനിങ് ആണ്, കംപ്ലീറ്റ് ലൈനിങ് ആണ്, ലൈൻ ഷെയ്ഡിങ് ആണ്. അതായത് ബ്ലാക്ക് പ്ലസ് ബ്രൗൺ ആണ് ഷെയ്ഡ് ഇട്ടിരിക്കുന്നത്. ആ ഒരു പിക്ചറിൽ നമുക്ക് എങ്ങനെയാണോ കാണുന്നത് അതേപോലത്തെ ഷെയ്ഡിങ് ഇടാമെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ആ ഒരു ഇത് ചെയ്യുന്ന അതുപോലെ തന്നെ നമ്മളത് വളരെ സാവകാശമാണ് അത് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ നമ്മൾ ആ ഒരു ബ്രൗൺ പ്ലസ് ഒരു ബ്ലാക്ക് ഷെയ്ഡ് അതുപോലെ നമുക്കത് സാവകാശം ആ ഒരു ഡാർക്ക് ഷെയ്ഡ്, അതായത് ബ്ലാക്ക് പ്ലസ് ബ്രൗൺ കൊടുത്ത് ഓരോ ലൈനായിട്ട്, അതായത് പോയിൻ്റ് ബ്രഷ് ഇട്ട് ഓരോ നമ്മൾ ആ ഒരു മുടി നാരിൻ്റെ അതുപോലെ തന്നെ വളരെ ലൈറ്റായിട്ട് നമ്മളത് ഓരോന്ന് ചെയ്തെടുക്കണം. അതിനുശേഷം ആ ഡാർക്ക് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ലൈറ്റുള്ള ഭാഗത്തോട്ട് ഗോൾഡൻ കളർ ലൈറ്റായിട്ട് തന്നെ നമുക്ക് അത് ചെയ്തെടുക്കാം. ഇതുപോലെ ഈ കാണിക്കുന്ന 0 പോയിൻറ്റിൻ്റെ ബ്രഷ് ഇട്ട് ലൈറ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ വളരെ ലൈറ്റായിട്ട് തന്നെ ഇതുപോലെ ചെയ്തെടുക്കാം. ആ ഡാർക്ക് ഭാഗത്തോട്ടാകുമ്പം ആ ഒരു ലൈറ്റ് ഭാഗം ഇതുപോലെ നമുക്ക് മനോഹരമാക്കി ഡാർക്ക് ആൻഡ് ലൈറ്റ് ഷെയ്ഡിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ സാവകാശം അതിൻ്റെ ഫിനിഷിങ് ചെയ്യത്തക്ക വിധത്തിൽ ചെയ്തെടുക്കാം.